So next നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. സോ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കടപ്പത്രമാണ്. നമ്മൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ലോൺ റേസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് മാത്രമേ ഡിബെഞ്ചേഴ്സ് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിക്ക് മാത്രമേ ഡിബെഞ്ചറുകൾ റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിബെഞ്ചേഴ്സിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചേഴ്സ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ, ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഷെയർസ് അത് പറ്റില്ല. ഷെയർസ് പറ്റുമോ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ? നോ. നൗ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇതാണ് ഡിബെഞ്ചേഴ്സിന്റെ പ്രശ്നം. Now debentures ഇതൊന്നും അല്ലാതെ തന്നെ we face another problem which is called as consideration received other than cash. Other than cash ൽ consideration receive ചെയ്യുക, ഈ ഒരു ഇഷ്യൂ വരും. Then ഇതിനോട് അഡീഷണൽ ആയിട്ട് we face a problem called interest on debentures. Interest on debentures നമ്മൾ ഡ്യൂ എൻട്രിയും ഇടേണ്ടി വരും, അത് കൊടുക്കുകയും വേണ്ടി വരും. Okay, and the next problem we face is redemption. Redemption എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് we face another problem. It can be redeemed at par, it can be redeemed at discount, it can be redeemed at premium. Okay, ഇത്രയും ആണ് ഈ ചാപ്റ്റർ കവർ ചെയ്യുക. സോ ഡിബെഞ്ചേഴ്സ് നമുക്ക് പാറിൽ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ നോക്കും, ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത് നോക്കും, പ്രീമിയം അതർ ദാൻ ക്യാഷ് നമ്മൾ നോക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന്റെ എൻട്രി എന്താന്ന് നോക്കും. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇത് തിരിച്ചു കൊടുക്കും. ഡിബെഞ്ചേഴ്സ് വാങ്ങും, തിരിച്ചു കൊടുക്കും. ഓക്കെ, ഇത്രയുമാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിൽ വരുന്നത്. Clear? Okay, so first നമ്മൾ നോക്കുന്നത് എന്താ? ഡിബെഞ്ചർ ഇഷ്യൂയിങ് അറ്റ് പാർ. ഡിബെഞ്ചർ ഇഷ്യൂയിങ് അറ്റ് പാർ. നൗ ഡിബെഞ്ചേഴ്സ് പാറിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഓഫ് പാർ നമ്മളുടെ ഷെയർസിന് തുല്യമായ രീതിയിൽ തന്നെയാണ് പാറിന്റെ എൻട്രികളൊക്കെ വരുന്നത്. പാറായാലും പ്രീമിയം ആയാലും ഒക്കെ സെയിം എൻട്രികൾ തന്നെയാണ് വരുന്നത്. ബട്ട് ഷെയർസിന് പകരം നമ്മൾ എന്തിടണം? ഡിബെഞ്ചേഴ്സ് ഇടണം. ഓക്കെ, നൗ ഫസ്റ്റ് പ്രോസസ് ഈസ് ആപ്ലിക്കേഷൻ അല്ലേ? നമ്മൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ദെയർ ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, നൗ അത് കഴിഞ്ഞിട്ട് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അക്കൗണ്ട് ഉണ്ട്. നൗ ഡിബെഞ്ചർ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഡിബെഞ്ചർ ഈസ് നോട്ട് എ ക്യാപിറ്റൽ. സോ ബേസിക്കലി ഡിബെഞ്ചർ അക്കൗണ്ട്. ഈ രണ്ടെണ്ണമാണ് ആപ്ലിക്കേഷന്റെ സമയത്ത് വരിക. ദെൻ സെക്കൻഡ് വൺ ഈസ് അലോട്ട്മെന്റ്. അലോട്ട്മെന്റിന്റെ സമയത്ത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ആൻഡ് ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അക്കൗണ്ട്. Okay,
Then there will be calls. കോൾസിന്റെ സമയത്ത് എന്താ? ഇറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ ഓർ ഫൈനൽ കോൾ. ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ ഓർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അക്കൗണ്ട്. ഇങ്ങനെയാണ് പാർലർ എൻട്രികൾ വരിക. ഓക്കെ, ഇനി ഇതിൽ ഫേസ് ചെയ്യുന്ന നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഷെയർസിൽ നമ്മൾ ഫേസ് ചെയ്ത അതേ ഇഷ്യൂ തന്നെ, ദർ വിൽ കം ആസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് എന്താ ചെയ്യുക? നമ്മള് പൈസ ഒന്നെങ്കിൽ തിരിച്ചു കൊടുക്കാം. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണല്ലോ ഉള്ളത്. അതായത് നമ്മളുടെ കമ്പനി ചോദിക്കുന്നത് പബ്ലിക്കിനോട് 1000 ഡിബഞ്ചേഴ്സിനുള്ളതാണെങ്കിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് 3000 ഡിബഞ്ചേഴ്സ് ആണ് എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ, അതായത് നമ്മളൊരു കോളേജിൽ സീറ്റ് 1000 സീറ്റ് ഉണ്ട്, അതിന് നമ്മൾ ആപ്ലിക്കേഷൻ വിളിച്ചു, 3000 കുട്ടികൾ ആപ്ലിക്കേഷൻ വന്നു, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സോ എയ്തർ നമുക്ക് രണ്ട് അവസരങ്ങളാണുള്ളത്. വൺ ഈസ് റിജക്ട് ദ റിമൈനിങ് ആപ്ലിക്കേഷൻ, അല്ലെ? അതായത് ബാക്കിയുള്ള 2000 ആപ്ലിക്കേഷൻ എനിക്ക് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? പ്രൊറാറ്റ ചെയ്യാം, അല്ലെ? പ്രൊറാറ്റ ചെയ്യാം. അതായത് 3 വ്യക്തികൾക്ക് കൂടിയിട്ട് ഒരു ഷെയർ കൊടുക്കാം. 3000 ആള് വന്നിട്ടുണ്ടല്ലോ, 3 ആൾക്ക് ഒരു ഷെയർ. അപ്പൊ എന്താ? 1000 ഷെയർ കൊടുത്താൽ മതി. ക്ലിയർ? അങ്ങനെയും ചെയ്യാം, ഷെയറിലുള്ള അതേപോലെ തന്നെ. പക്ഷേ പ്രൊറാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അപ്ലിക്കേഷൻ സമയത്ത് കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടാവും. കാരണം 3000 പേരുടെ അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? അലോട്ട്മെന്റിലേക്കും ഫസ്റ്റ് കോളിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക? അല്ല, ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ? ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 10 ഡിബെഞ്ചറാ, അതിന് വന്നിരിക്കുന്നത് 20 പേരാ. സോ 10 ഡിബെഞ്ചറിന്റെ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 2 റുപ്യ വെച്ചിട്ടും അലോട്ട്മെന്റ് മണി 3 റുപ്യ വെച്ചിട്ടും ഫൈനൽ കോളിൽ 5 റുപ്യാണ്. ഓക്കെ, ഇതെന്താ? ആപ്ലിക്കേഷൻ ആണ്, ഇത് അലോട്ട്മെന്റ് ആണ്, ഇത് ഫൈനൽ കോൾ ആണ്. നൗ നമുക്ക് ആവശ്യം എത്രയാ? 20 രൂപയുള്ള ആപ്ലിക്കേഷൻ മണി ആവശ്യമുള്ളൂ. പക്ഷെ 20 പേര് അപ്ലൈ ചെയ്തപ്പോ അവര് തന്ന ആപ്ലിക്കേഷൻ മണി എത്രയാ? 20 × 2 ആയിരിക്കില്ലേ? സോ ഇവിടെ 40 റുപ്യ നമുക്ക് കിട്ടില്ലേ? നമുക്ക് ആവശ്യം എത്ര ഉള്ളൂ? 20 ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ പിരിച്ചുവിടണം, റിജക്ട് ചെയ്യണം. ആ റിജക്ട് ചെയ്യുമ്പോൾ എൻട്രി എന്തായിരിക്കും? നമുക്ക് 20 പേരുടെ എടുത്തിട്ട് ബാക്കി 20 റുപ്യ റിജക്ട് ചെയ്യണ്ടേ? റിജക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നല്ലേ വരിക? അതായത് തിരിച്ചു കൊടുക്കുമ്പോ, ഫണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം, കാരണം ബാങ്കിന്റെ ബാലൻസ് കുറയാണ്. നൗ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊറാറ്റ ചെയ്യണം. പ്രൊറാറ്റ ചെയ്യുമ്പോൾ എങ്ങനെയാ? എല്ലാവർക്കും ഷെയർ കിട്ടും. പക്ഷെ എങ്ങനെയാണ്? 2 പേർക്ക് കൂടിയിട്ട് ഒരു ഷെയർ ആയിരിക്കും. അപ്പൊ ആരെയും പിരിച്ചുവിടേണ്ട ആവശ്യമില്ല. സോ അവിടെ എന്താ സംഭവിക്കുക? ഇവിടുത്തെ 20 രൂപ എടുത്തതിന് ശേഷം ബാക്കി ഒരു 20 രൂപ ഉണ്ടല്ലോ, അത് നമ്മൾ അലോട്ട്മെന്റിലേക്ക് മാറ്റും. മനസ്സിലായോ? അലോട്ട്മെന്റിൽ ഒരു തരണല്ലോ, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ അലോട്ട്മെന്റിൽ എത്ര ആവശ്യം? 3 × 10 ആവശ്യമുള്ളൂ. കാരണം 2 പേർക്ക് കൂടിയിട്ട് ഒരു ഷെയർ കൊടുക്കുന്നത്. 3 × 10 30 റുപ്യാണ് അലോട്ട്മെന്റിൽ ആവശ്യം. അതിൽ 20 റുപ്യ നമ്മൾ എവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തു? അപ്ലിക്കേഷൻ മണി തന്നത് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ബാക്കി എത്ര മേടിച്ചാൽ മതി? 10 രൂപ മേടിച്ചാൽ മതി. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കും. ദിസ് ഈസ് കോൾഡ് ആസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ പേടിക്കാനില്ല, ആരാണോ വന്നത് അവർക്ക് മാത്രം കൊടുത്തിട്ട് വിട്ടാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ. സോ അതിന്റെ അപ്പുറത്ത് എഴുതുക, ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയാണെങ്കിൽ there are 2 scenarios. ഫസ്റ്റ് സെനാരിയോ എന്താ? റിജക്ട് ദ പെൻഡിങ് ആപ്ലിക്കേഷൻസ്, അല്ലെ? റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ പ്രൊറാറ്റ. ഇതാണല്ലോ 2 സെനാരിയോ. റിജക്ഷൻ വരികയാണെങ്കിൽ എൻറ്റയർ അഡീഷണലി വന്നവരുടെ തുക തിരിച്ചു കൊടുക്കണം. സോ എന്തായിരിക്കും? ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ഇതല്ലേ വരിക. ഇനി പ്രൊറാറ്റ നടത്തുമ്പോൾ എന്താണ് വരിക? നമ്മൾക്ക് അലോട്ട്മെന്റിലേക്കും ഫൈനൽ കോളിലേക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ബാക്കി എമൗണ്ട്. സോ എന്താ വരിക? ഡിബെഞ്ചർ
application account debtor to debenture allotment account and debenture final call account if needed. ഇങ്ങനെയുള്ള വരിക. സോ ഈ എൻട്രീസ് എഴുതിയെടുക്കുക. Okay. So next problem. X Limited made an issue of 10,000. X Limited made an issue of 10,000. 10,000. 12 percentage debentures. 10,000. 12 percentage debentures. 10,000. 12 percentage debentures of 100 each, payable as 25 on application, payable as 25 on application, 25 on allotment, 50 on first and final call, 50 on first and final call. 12,000 applications were received. 12,000 applications were received.
Directors only allotted 10,000 applications. Directors only allotted 10,000 applications. Rest 2,000 applications were rejected. Rest 2,000 applications were rejected and they are refunded. And they are refunded. Prepare cash book, journal entry, cash book and journal entries of the company. Cash book and journal entries of the company. Cash book and journal entries of the company. Cash book എന്താ ജസ്റ്റ് വരവും ചെലവും കാണിക്കുക, അത്രേ ഉള്ളൂ cash book. ഓക്കെ, ഞാൻ ചെയ്തു തരണോ? ക്യാഷ് ബുക്ക് സിമ്പിള്, വരവും ചെലവും. നമുക്ക് എത്ര റുപ്യ വന്നു, എത്ര റുപ്യ പോയി, ഉള്ളൂ ക്യാഷ് ബുക്ക്. സോ ഇവിടെ എന്താ സംഭവിക്കണേ? എക്സ് കമ്പനി ലിമിറ്റഡ് എന്ത് ചെയ്തു? അവർക്ക് പൈസ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന എത്രയാണ്? 1000 ആണോ 10,000 ആണോ? 10,000 ഡിബെഞ്ചേഴ്സ് at the rate of 100 each with an interest rate of 12%. ഇതാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. നൗ ഇഷ്യൂ ചെയ്ത സമയത്ത് എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം? ഈ ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തത് 12,000 പേരാണ്. ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തത് 12,000 പേരാണ്. ഈ 12,000 പേരില് 10,000 പേരെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡയറക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, ശരിയല്ല. ഈ 12,000 പേരില് എത്ര പേരെ എടുക്കാൻ പറ്റുള്ളൂ? 10,000 പേരെ അവരെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 2,000 പേരെ എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷന്റെ സമയത്ത് അവർ കളക്ട് ചെയ്യുന്നത് 25 രൂപയാണ്. അലോട്ട്മെന്റിന്റെ സമയത്ത് അവർ കളക്ട് ചെയ്യുന്നത് 25 രൂപയും ഫൈനൽ കോളിൽ 50 രൂപയോ. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 10,000 പേരും ഈ 25 തന്നിട്ടുണ്ട്. സോ 10,000 × 25 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് ഈ 2,000 പേരും നമുക്ക് 25 തന്നിട്ടുണ്ട് ആപ്ലിക്കേഷന്റെ ഒപ്പം. നൗ 10,000 × 25 എത്രയാ? 2,50,000. ഓക്കെ, സോ 2,50,000 ഉണ്ട്. 2,000 × 25 അതെത്രയാ? അത്രയും ഫണ്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നിലനിർത്തുന്നത് ഈ 10,000 പേരേ ഉള്ളൂ. അതിനർത്ഥം എന്താ? ഈ ഫണ്ട് നമ്മൾ തിരികെ കൊടുക്കണം എന്നുള്ളതാണ്. ക്ലിയർ അല്ലെ? ഇവരെ നമ്മൾ നിലനിർത്തുന്നുള്ളൂ അല്ലെ? 2,000 പേരെ റിജക്ട് ചെയ്യല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജിലും കളക്ട് ചെയ്യേണ്ടത് ആരെടുന്നാണ്? ഈ 10,000 പേരെടുത്ത് മാത്രമാണ്. ഇവരെടുന്ന് 25 കളക്ട് ചെയ്യുന്നു, ഈ 10,000 പേരെടുന്ന് 50 കളക്ട് ചെയ്യുന്നു. അതാണ് ടോട്ടലി ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മള് എൻട്രി ഇടുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ആപ്ലിക്കേഷന്റെ അവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് എൻട്രി എന്താ? നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ എന്നാണ്. നൗ എത്ര രൂപയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഈ രണ്ട് തുകയും നമുക്ക് വരുന്നുണ്ട് ഇല്ലേ? 12,000 പേരും തരുന്നുണ്ട്. 12,000 × 25 എത്ര? 3 ലക്ഷം രൂപയാണ് അതിന്റെ തുക. ക്ലിയർ? നൗ രണ്ടാമത്തെ എൻട്രി എന്താ പറയണത്?
ആ രണ്ടും കൂട്ടും. ബാങ്കിൽ എത്ര വന്നു നോക്കണം. ആപ്ലിക്കേഷൻ തരുമ്പോ എല്ലാവരും തരൂലേ, അതിൽ 10,000 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നൗ അടുത്ത എന്താ, നമുക്ക് ഷെയർ ഡിബെഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, 3 ലക്ഷം അല്ല നമ്മളുടെ ആക്ച്വൽ എമൗണ്ട്. 10,000 × 25 മാത്രമാണ് നമ്മളുടെ ആക്ച്വൽ എമൗണ്ട്. ബാക്കി 2,000 തിരിച്ചു കൊടുക്കണം ഫണ്ട്. അപ്പൊ തിരിച്ചു കൊടുക്കുന്ന എൻട്രി എന്താ, ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. എത്ര കൊടുക്കുക, 50,000. 50,000 നമ്മൾ തിരികെ കൊടുക്കണം. ക്ലിയർ, നമ്മൾ തിരികെയും കൊടുത്തു. മൂന്നാമത്തെ എൻട്രി ആണ് എന്ത്, ഡിബെഞ്ചറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതെന്താ, ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. 2,50,000. ഇതാണ് ഒറിജിനൽ എമൗണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. നൗ അലോട്ട്മെന്റിലേക്ക് വരുമ്പോ എന്താ, പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. ഡയറക്ട്ലി അലോട്ട്മെന്റിന്റെ എൻട്രികൾ ഇടുക. അലോട്ട്മെന്റിന്റെ പൈസ റിസീവ് ചെയ്യണം. എത്ര പേരെടുന്ന, 10,000 × 25. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് 2,50. അതേപോലെ തന്നെ ഇനി ഇത് തിരിച്ചു കൊടുക്കലും മറ്റൊന്നുമില്ല, ഡയറക്ട്ലി ഇത് ഡിബെഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് 2,50,000. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കോൾ ആണ് അല്ലേ. സോ ഫൈനൽ കോളിലും പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല, ഡയറക്ട്ലി കളക്ട് ചെയ്യുക 10,000 × 50. സോ ഫസ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ഫൈനൽ കോൾ 5 ലക്ഷം. ആൻഡ് സെക്കൻഡ് എൻട്രി ഡിബെഞ്ചർ ഫൈനൽ കോൾ ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് 5 ലക്ഷം. കഴിഞ്ഞില്ലത്? ഓക്കെ ഫൈൻ. ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്യാഷ് ബുക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, വരവും ചെലവും റെക്കോർഡ് ചെയ്താൽ ദാറ്റ് ഈസ് ക്യാഷ് ബുക്ക്. ഓക്കെ, ഇത് നോക്കുക. എന്നിട്ട് എന്താ, ഒരു ഡബിൾ കോളം വരയ്ക്കുക ആൻഡ് മുകളിൽ ക്യാഷ് ബുക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, മുകളിൽ ക്യാഷ് ബുക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, നൗ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് ആണിത്, ക്രെഡിറ്റ് സൈഡ് ആണിത്. ഓക്കെ, നൗ ഡെബിറ്റ് സൈഡ് ഈസ് റെസീപ്റ്റ്. ഡെബിറ്റ് സൈഡ് ഈസ് റെസീപ്റ്റ്, ക്രെഡിറ്റ് സൈഡ് ഈസ് പേയ്മെന്റ്. ഓക്കെ, നൗ ഇവിടെ നോക്കുക, ബാങ്കിൽ നമ്മൾ റെസീപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ക്യാഷ് ബുക്ക് ഓർ ബാങ്ക് ബുക്ക് കിട്ടും.
ക്യാഷ് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കരുത്. ബാങ്ക് നമ്മൾ റിസീവ് ചെയ്തിരിക്കുകയാണ്. റെസിപ്റ്റ് നമ്മൾ എവിടെ കാണിക്കുക? ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എത്രയാ? 3 ലക്ഷം. ക്ലിയർ? രണ്ടാമത്തെ എൻട്രി ബാങ്ക് വരുന്ന എല്ലാ എൻട്രി എഴുതണം, അത്രേ ഉള്ളൂ. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ബാങ്ക്. അപ്പോ ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡില് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ബാങ്കിന്റെ ക്രെഡിറ്റ് സൈഡില് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് 50,000. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ബാങ്ക് വരുന്നില്ല, പിന്നെ ഇവിടെ വരുന്നത് ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിബഞ്ചർ അലോട്ട്മെന്റ്. ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിബഞ്ചർ അലോട്ട്മെന്റ് 2,50,000. ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ ഫൈനൽ കോൾ ഉള്ളത് ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിബഞ്ചർ ഫൈനൽ കോൾ. ഡിബഞ്ചർ ഫൈനൽ കോൾ 5 ലക്ഷം. ഓക്കെ. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുക? ഏറ്റവും കൂടുതലുള്ള സൈഡ് ടോട്ടൽ ചെയ്യുന്നു. 5 ലക്ഷം 750 1050 10,50,000 ഇവിടെ ടോട്ടൽ കിട്ടും. ആ ടോട്ടൽ തൊട്ടപ്പുറത്ത് എഴുതും 10,50,000. എന്നിട്ട് ഇതിനുള്ള ബാലൻസ് എത്ര? 10 ലക്ഷമാണ് അല്ലെ? ദാറ്റ് ഈസ് ബാലൻസ് ക്യാരിഡ് ഡൗൺ 10 ലക്ഷം. എന്ത് അല്ല ഇപ്പൊ വേണ്ട. സോ ഇനിയിപ്പോ ഷെയറിൻ്റെതായാലും നിങ്ങളോട് ക്യാഷ് ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ സാധനമാണ് ചെയ്യേണ്ടത്. ഓക്കെ.
സെറ്റാണോ? നെക്സ്റ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് പ്രീമിയം. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് ഇനി കാര്യങ്ങളൊന്നുമില്ല. സോ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് പ്രീമിയം. Issue of debentures at a premium. Now, premium എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 100 രൂപയുടെ ഡിബെഞ്ചേഴ്സ് നമ്മൾ 125 രൂപയ്ക്ക് കളക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രീമിയം അല്ലെ? അതാണല്ലോ പ്രീമിയം. ഞാൻ ഈ പ്രീമിയം നമുക്ക് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം? ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കുന്ന സമയത്ത് വി ക്യാൻ കളക്ട്, അഥവാ വി ക്യാൻ കളക്ട് അറ്റ് അലോട്ട്മെന്റ് സ്റ്റേജ്, ഓർ വി ക്യാൻ കളക്ട് അറ്റ് ഫൈനൽ കോൾ സ്റ്റേജ്. ഈ 3 സ്റ്റേജുകളിൽ നമുക്ക് പ്രീമിയം മേടിക്കാം. അതായത് 100 രൂപ അഡീഷണൽ 25 രൂപ ഈ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് മേടിക്കാം. സോ അതാണല്ലോ പ്രീമിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പം നമ്മൾ അപ്ലിക്കേഷൻ മണിയുടെ സമയത്താണ് നമ്മൾ പ്രീമിയം കളക്ട് ചെയ്യുന്നത് എന്ന് വെക്കുക. സോ എങ്ങനെയായിരിക്കും നമ്മളുടെ എൻട്രി വരിക? ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് അക്കൗണ്ട് അല്ലെ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഓർഡിനറി എൻട്രി. എത്ര തുകയാണോ നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതായത് ഇവിടെ മൊത്തം 125 രൂപയിൽ നമ്മൾ കളക്ട് ചെയ്യും അല്ലെ? എൻഡയർ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു അപ്ലിക്കേഷന്റെ സമയത്താണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ. ദെൻ നമുക്കൊരു ഡ്യൂ എൻട്രി ഉണ്ട്, ഇതിനെ നമ്മൾ ഡിബെഞ്ചേഴ്സിലേക്ക് മാറ്റണം. മാറ്റുന്ന സമയത്ത് എങ്ങനെ വരിക? ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്ക് ഓൾറെഡി നമ്മൾ 125 മേടിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 125. ഓക്കെ, ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, ഇതിലാകെ 100 വരാൻ പാടൂ. ദെൻ ഹിയർ ഇറ്റ് ഈസ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ദാറ്റ് ഈസ് 25. ക്ലിയർ? എപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയം വിൽ ഓൾവേസ് ബി ഇൻ ദ ക്രെഡിറ്റ് സൈഡ്. കാരണം നമ്മൾ കളക്ട് ചെയ്യാണ്. റിഡംഷൻ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലും വരും, കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ പ്രീമിയം കളക്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി അലോട്ട്മെന്റ് ടൈമിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട്. എത്ര? 125. ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം 125, 100 and 25. ഓക്കെ, ഫൈനൽ കോൾ ഡിറ്റോ സെയിം എൻട്രി. ഫൈനൽ കോളിന്റെ സമയത്ത് എന്താ? സെയിം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ അക്കൗണ്ട് 125. ഡിബെഞ്ചർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ 125 to debenture account 100 and security premium account 25. ഏത് പോയിന്റിലാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത് അപ്പോൾ എൻട്രി.
ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ബി ലിമിറ്റഡ് ഇഷ്യൂഡ് 2000, ബി ലിമിറ്റഡ് ഇഷ്യൂഡ്, ബി ലിമിറ്റഡ് ഇഷ്യൂഡ്, ബി ലിമിറ്റഡ് ഇഷ്യൂഡ് 2000 13% debentures, 2013% debentures, 13% debentures of 100 each, of 100 each at 110 rupees, at 110 rupees, payable as 25 on application, 25 on application, 35 including premium on allotment, 35 including premium on allotment, and 50 on final call, and 50 on final call, and 50 on final call. Prepare journal entry, cash book and liability side of balance sheet. Journal entry, cash book and liability side of balance sheet. And liability side of balance sheet. And liability side of balance sheet. So ഇവിടെ എന്താ സംഭവിക്കുന്നത്? Now നമ്മളുടെ കമ്പനി 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാണ്, which is at 100 rupees but issuing at 110 rupees. അതായത് 10 രൂപ is പ്രീമിയം. ഓക്കെ ഓക്കെ, 2000 ഇഷ്യൂ ചെയ്തു, 2000 പേര് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് ഗിമിക്കുകളൊന്നുമില്ല, അണ്ടർ സബ്സ്ക്രിപ്ഷനോ ഓവർ സബ്സ്ക്രിപ്ഷനോ ഒന്നും പറയാനില്ല. 2000 പേരാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നു അപ്ലിക്കേഷൻ മണിയുടെ സമയത്ത് എത്ര സ്വീകരിക്കും? 25 രൂപയാണ് നമ്മൾ കളക്ട് ചെയ്യുക. അലോട്ട്മെന്റ് മണിയുടെ സമയത്ത് നമ്മൾ 35 രൂപയാണ് കളക്ട് ചെയ്യുക. ബട്ട് ദർ ഈസ് എ ബ്രേക്ക്. എങ്ങനെയാണ്? 25 രൂപയും 10 രൂപ പ്രീമിയമാണ്. ആൻഡ് ഫൈനൽ കോളിന്റെ സമയത്ത് 50 രൂപയും നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, സോ അപ്ലിക്കേഷൻ മണി നമ്മൾ റിസീവ് ചെയ്യേണ്ടത് 2000 into 25 ആണ്. അലോട്ട്മെന്റ് മണി നമ്മൾ റിസീവ് ചെയ്യേണ്ടത് 2000 into 25 ഡിബഞ്ചറിലേക്കും 2000 into 10 സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കുമാണ്. ആൻഡ് ലാസ്റ്റ്ലി 2000 into 50 ഫൈനൽ കോളിലേക്ക്. അങ്ങനെ മനസ്സിലാക്കാമോ? 25 അപ്ലിക്കേഷൻ, 50 ഫൈനൽ കോൾ, 75 ആയില്ലേ? ഇനി 100ക്ക് 25 ഉള്ളൂ. പക്ഷെ അത് ഏത് സ്റ്റേജ് ആണ് എങ്ങനെ മനസ്സിലാക്കുക? അപ്പൊ അതിനാണ് ഇപ്പൊ ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ളത്.
ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യടാ. ഡിബഞ്ചറും പ്രീമിയം അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്. ആ ചെയ്യൂ. ഡിബഞ്ചറിൽ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്, പ്രീമിയത്തിൽ എന്താണ് വ്യത്യാസം പറഞ്ഞിട്ടുള്ളത് എഴുതുക.
ഡിബഞ്ചർ എത്ര? 2000 ഇൻറ്റു 100, 2 ലക്ഷം. സെക്യൂരിറ്റി പ്രീമിയം 2000 ഇൻറ്റു 10, 20000. രണ്ടെണ്ണം കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് വൺ ഈസ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ടിൽ വരുന്ന സമയത്ത് എന്താ ചെയ്യാ? സെയിം. എന്താ ഡിസ്കൗണ്ട്? 100 രൂപയുടെ ഡിബഞ്ചർ 90 രൂപയ്ക്ക് കൊടുക്കുക. ദാറ്റ് മീൻസ് ദിസ് റിഡക്ഷൻ ഈസ് 10 ഈസ് a discount. Now discount can be done at the time of application. It can be done at the time of allotment. It can also be done at the time of final call. Okay, so application സമയത്തുള്ള എൻട്രി എങ്ങനെയായിരിക്കും? It is first one, bank account, debtor to debenture application account. Okay, എത്രയാണ് നമ്മൾ മേടിക്കുക? We collect only 90 rupees. Okay, now due entry it will be debenture application account, debtor 90 rupees. Discount on debentures, debtor 10 rupee. To debentures account അതിലേക്ക് 100 രൂപ തന്നെ പോകണം. നിങ്ങൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുകയോ പ്രീമിയത്തിൽ കൊടുക്കുകയോ അത് ഡിബഞ്ചർ ക്യാപിറ്റൽ അക്കൗണ്ട് അറിയേണ്ട ആവശ്യമില്ല. ഡിബഞ്ചർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഒറിജിനൽ വാല്യൂവേ പോകാൻ പറ്റും. ക്ലിയർ? ഇതാണ് അലോട്ട്മെന്റിന്റെ എൻട്രി വരിക. സോറി, ആപ്ലിക്കേഷന്റെ എൻട്രി വരിക. അലോട്ട്മെന്റിലേക്ക് മാറുമ്പോൾ ഇറ്റ് വിൽ ബി ബാങ്ക് അക്കൗണ്ട്, ഡെപ്റ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് 90 rupee and 90 rupee. Debenture allotment account 90 rupee. Discount on allotment 10 rupee. To debenture account 100 rupee. ഡിസ്കൗണ്ടിന് കൊടുക്കുമ്പോൾ പ്രീമിയം ആവുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ഡിസ്കൗണ്ട് ആവുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇറ്റ് വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഫൈനൽ കോൾ 90 rupee. Debenture final call account, debtor 90 rupee. Discount on debenture 10 rupee. To debenture account 100 rupee. Discount on debentures account debtor എന്ത്?
Hmm. Discount on debentures account debtor. തന്നെ എഴുതിയോ? Application, allotment and final call. കഴിഞ്ഞോ? So problem. W Limited issued 2014 percentage debentures of 100 each. 2014 percentage debentures of 100 each at a discount of 5 percentage. At a discount of 5 percentage, payable as 25 rupees on application, 25 rupees on application, 25 rupees on application, 20 rupees on allotment including discount, 20 rupees on allotment including discount, and 50 rupees on final call. 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 Prepare journal entry, cash book, and balance sheet. And balance sheet. And balance sheet. included at discount. Grant order 40,000.
പിന്നെ അടുത്ത എന്തെങ്കിലും ഡിസ്കൗണ്ടിന്റെ ക്യാഷ് അതേപോലെ ഡിസ്കൗണ്ട് കാണിക്കണം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് കറണ്ട് അസറ്റ് ആണ് 10,000. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ കറണ്ട് അസറ്റ് ആണ്. അത് P&L അല്ല കാണിക്കുക, അല്ല കാണിക്കുക, ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. ക്യാഷ് ബുക്കിലല്ല, ക്യാഷില് 1,90,000 10,000 ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്നും പറഞ്ഞിട്ട് വരും. അസറ്റ് സൈഡില് കറണ്ട് അസറ്റിന്റെ കീഴിൽ കാണിക്കും. എന്ത് സംഭവം? ഇവിടെ ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട് ഡിസ്കൗണ്ട് 200 രൂപ ഡിസ്കൗണ്ട് 10,000. ഇത് നല്ല കുറക്കണ്ടേ? ഇത് നമ്മൾ 20 ഇൻക്ലൂഡ് ആണ് ഡിസ്കൗണ്ട്. 5 വേറെ കണ്ട് ഇവിടെ ഡിബെഞ്ചർ അക്കൗണ്ടിക്ക് പോകേണ്ടത് എത്ര? ഒറിജിനൽ എമൗണ്ടാ, അതായത് 2,000 ഇൻറ്റു എത്ര വരുന്നടാ? 2,000 ഇൻറ്റു
ആ ടോട്ടൽ 25 2000 ഇൻറ്റു 25 അവിടെ വരും. ഇവിടെ 50,000 വരും. ഇവിടെ 50,000 വരണമെങ്കിൽ അലോട്ട്മെന്റിൽ നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ചിരിക്കുന്നത് എത്ര? 40,000 ആണ് പ്ലസ് 10,000. ഇവിടെ ഉള്ള എമൗണ്ട് ആണ് അലോട്ട്മെന്റ് വരേണ്ടത്. കിട്ടിയോ? എന്താണ്?
ഇനി ഇന്നില്ല എന്ന് പറയാം. ഇനി ഉണ്ട്.